അപ്പോൾ അടുത്ത പോർഷൻ എന്ന് പറയുന്നത് ഫാറ്റി ആസിഡ് ബയോസിന്തസിസ് ആണ്. ഫാറ്റി ആസിഡ് ബയോസിന്തസിസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ ആദ്യം നമ്മൾ ഫാറ്റി ആസിഡ് എന്താണെന്ന് പറയണം. ഫാറ്റി ആസിഡ് ശരിക്കും എന്താണ്? ഫാറ്റി ആസിഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഫാറ്റിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ്, അല്ലെങ്കിൽ കുറേ ഫാറ്റുകൾ കൊണ്ട് ഉണ്ടാക്കിയ കുറച്ച് ബിൽഡിംഗ് ബ്ലോക്സ് ആണ് ഈ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ സിംപ്ലി നമുക്ക് ലിപ്പിഡ്സ് എന്ന് പറയാം. ഇത് എന്താണ്? നമ്മളെ ബോഡിയിലുള്ള ഫുഡിൽ നിന്ന് എനർജി ആക്കാനും എനർജി പ്രൊവൈഡ് ചെയ്യാനും സെൽസിനെ സപ്പോർട്ട് ചെയ്യാനും സെൽ മെംബ്രെയിനിനെ സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത് ഹെൽപ്പ് ചെയ്യുന്നത് അതിനൊക്കെയാണ്. കുറച്ചുകൂടി ബ്രോഡ്ലി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലോങ് ചെയിനായിട്ടുള്ള ഹൈഡ്രോ കാർബൺസിൻ്റെ ഒരു ഗ്രൂപ്പാണ് ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത്. ഈ ഫാറ്റി ആസിഡ്സിൻ്റെ 2 ടൈപ്പാണ് നമ്മൾ മെയിനായിട്ട് പറയുന്നത്, സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ്. ഇത് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും കാർബൺ ബോണ്ട്, അതായത് 2 കാർബണിൻ്റെ ഇടയ്ക്ക് സിംഗിൾ ബോണ്ടേ വരത്തുള്ളൂ. അതാണ് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിൻ്റെ എക്സാമ്പിളാണ് പാൽമിക് ആസിഡ് എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിൻ്റെ എക്സാമ്പിളാണ്. ഇനി അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാർബണിൻ്റെ ഇടയ്ക്ക് ഡബിൾ ബോണ്ട് വരും. ഡബിൾ ബോണ്ടോ അല്ലെങ്കിൽ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഒക്കെ വരുന്ന കേസുകളുണ്ട്. എന്തായാലും അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാർബണിൻ്റെ ഇടയ്ക്ക് ഡബിൾ ബോണ്ട് വരുന്നതിനാണ് പറയുന്നത്. ഇത് omega-3 ഫാറ്റി ആസിഡ്സ് ഒക്കെ അൺസാച്ചുറേറ്റഡിന് എക്സാമ്പിളാണ്. മേജറായിട്ട് ഫാറ്റി ആസിഡ്സിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പറയാം? കൊളസ്ട്രോൾ പറയാം, ട്രൈഅസൈക്ലിസറോൾ പറയാം, ഫോസ്ഫോലിപ്പിഡ് പറയാം. ഇതൊക്കെയാണ് മെയിനായിട്ട്. ഇനി നമ്മൾ ബയോസിന്തസിസ് ഓഫ് ഫാറ്റി ആസിഡ്സ് ആണ് പറയുന്നത്. ബയോസിന്തസിസ് ഓഫ് ഫാറ്റി ആസിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതൊരു പ്രോസസ്സാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റൈൽ കോയിലിനെ കൺവേർട്ട് ചെയ്തിട്ട് ലോങ് ചെയിൻ ആയിട്ടുള്ള സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിനെ ഉണ്ടാക്കും. ഇതാണ് സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ. ഇതെവിടെയാണ് കാണപ്പെടുന്നത്? ഇത് ഒക്കർ ചെയ്യുന്നത് സൈറ്റോസോളിലാണ്. ലിവറിലുള്ള സൈറ്റോസോളിൽ നടക്കും, അഡിപ്പോസ് ടിഷ്യൂവിൽ നടക്കും, മാമറി ഗ്ലാൻസിലും ഇത് നടക്കും. ഇതിൻ്റെ എൻഡ് പ്രോഡക്റ്റ്, അതായത് നമ്മൾ ഈ ബയോസിന്തസിസ് ഓഫ് ഫാറ്റി ആസിഡ്സ് എന്തിനാണ് നടക്കുന്നത്? എൻഡ് പ്രോഡക്റ്റായ പാൽമിക് ആസിഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പ്രോസസ്സ് നടക്കുന്നത്. ഇതിന് റിക്വയർ ആയിട്ടുള്ള മേജർ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റൈൽ കോയിൽ, NADPH, ATP, CO2, ഫാറ്റി ആസിഡ് സിന്തേസ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ബയോട്ടിൻ. ഇത് ഇത്രയാണ് മേജറായിട്ടുള്ള അതിൽ റിക്വയർഡ് ചെയ്യുന്ന സാധനങ്ങൾ. ഇതിൽ കീ ആയിട്ട്, അതായത് ഇതിലൊരു സാധനം കൂടി വേണം. അതായത് അസറ്റൈൽ കോയിലിൽ നിന്നാണ് മാനുവലൈൽ കോയിൽ എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ അസറ്റൈൽ കോയിലും CO2-ഉം ATPയും കൂടെ ചേർന്നിട്ട് മാനുവൽ കോയിൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാകുന്നുണ്ട്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മൈറ്റോകോൺട്രിയ ഇതിൽ റിക്വയർ, അല്ലെങ്കിൽ മൈറ്റോകോൺട്രിയയുടെ ആവശ്യമൊന്നും ഇല്ല, ഡയറക്റ്റായിട്ട് ഒരു ആവശ്യമില്ല. പക്ഷേ മൈറ്റോകോൺട്രിയ ഇൻഡയറക്റ്റ് ആയിട്ട് ഇതിൽ പെർഫോം ചെയ്യുന്നുണ്ട്. കാര്യം അസറ്റൈൽ കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മൈറ്റോകോൺട്രിയയിലാണ്, പക്ഷേ ഇത് സിന്തസൈസ് ചെയ്യുന്നത് സൈറ്റോസോളിലാണ്. അപ്പോഴത്തേക്കും ഇൻഡയറക്റ്റ് ആയിട്ട് മൈറ്റോകോൺട്രിയ ഇതിൽ എന്തായാലും വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കുള്ളതെന്ന് വെച്ചാൽ ഫോർമേഷൻ ഓഫ് സിട്രേറ്റ് ആണ്. സിട്രേറ്റിൻ്റെ ഫോർമേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അസറ്റൈൽ കോയിൽ പ്ലസ് ഓക്സാലോ അസറ്റേറ്റ് ചേരുമ്പോഴത്തേക്കും അവിടെ സിട്രേറ്റ് ഫോം ചെയ്യും. ഈ സിട്രേറ്റും കൂടി സൈറ്റോസോളിൽ ചെല്ലും.